ഹായ് ഓൾ, വെൽക്കം ടു എയ്സ് ആപ്പ് ലേണിംഗ്. സി എ പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജൂൺ 6 ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാനപാലം രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുന്നത്. ചിനാബ് നദിക്ക് കുറുകെയുള്ള ചിനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കമാനപാലം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമല്ല, അത് വേറെയുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർക്ക് ബ്രിഡ്ജാണ് നമ്മുടെ ജമ്മു കാശ്മീരിൽ ചിനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പല പരീക്ഷകളിലും അതിൻ്റെ ഹൈറ്റിനെ കുറിച്ച്, ലെങ്ത്തിനെ കുറിച്ച്, അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ച്, അത് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും പല പരീക്ഷകളിലും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചിനാബ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യ 3 ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കൂടെ കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർസിൽ നല്ലൊരു മാർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു സീരീസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ ഈ ചിനാബ് ബ്രിഡ്ജിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ചിനാബ് ബ്രിഡ്ജിൻ്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഒരു ആർക്ക് അല്ലേ? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ കമാന പാലമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യ ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചിനാബ് റെയിൽവേ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആക്ച്വലി ഈ ഒരു ജമ്മു കാശ്മീരാണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷേ ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, യൂണിയൻ ടെറിട്ടറിയാണ് അല്ലേ, കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായിട്ടുള്ള, റെയിൽവേ കമാന പാലമായിട്ടുള്ള ചിനാബ് പാലം, ചിനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിനാബ് പാലം എന്ന പേര് ഇതിന് ലഭിക്കുന്നത്. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ 2026 ഏറ്റവും ഒടുവിലായിട്ട് നടന്ന വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. റെയിൽവേ കമാന പാലം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ പാലത്തിൻ്റെ പേരെന്താണ്? ചിനാബ് പാലം എന്നാണ്. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയായിട്ടുള്ള ചിനാബിലാണ് ഈ ഒരു ചിനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. നമ്മൾ തുടക്കത്തിലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. ഒട്ടും സംശയം വേണ്ട, ചിനാബാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 2025 ജൂണിൽ, കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 2025 ജൂൺ 6, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? അപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസമാണ് 2025 ജൂൺ 6 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതാണ്? അത് ചിനാബ് റെയിൽവേ പാലമാണ്. നമ്മൾ ആ ഉയരത്തെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇത് 97/2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ചോദിച്ച ചിനാബ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ചിനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച്, അതിൻ്റെ ഉയരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം എന്ന് പല ക്വസ്റ്റ്യനിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീതടത്ത് നിന്ന് 359 മീറ്റർ ആണ്. ഓക്കെ, നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ആണ് ഈ ചിനാബ് റെയിൽവേ കമാന പാലത്തിൻ്റെ ഉയരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് 2025 ജൂൺ 6. പരിസ്ഥിതി ദിനത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ചിനാബ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? വൺസ് അഗെയിൻ പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ 92/2025 പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ചിനാബ് പാലമാണ് ആൻസർ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 359 മീറ്റർ ആണ് നദീതടത്തിൽ നിന്നും ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ചോദ്യം ആയതുകൊണ്ട് തന്നെ
നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ചിനാബ് പാലത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫയർമാൻ പരീക്ഷയിൽ 84/2025 +2 യോഗ്യത വേണ്ട ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ചിനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ്? ഇവിടെ ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ശരിയാന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അല്ലേ? എന്താണ്? 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി റിസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഏതൊക്കെ സ്റ്റേഷന്റെ ഇടക്കാണ്? ഇപ്പം നമ്മളൊരു റെയിൽവേ ഗേറ്റ് പറയുകയാണെങ്കിൽ അത് ഏതൊക്കെ രണ്ട് സ്റ്റേഷൻ ഇടക്കാന്ന് പറയാമല്ലോ. അപ്പം അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ കമാന പാലം സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ സ്റ്റേഷന്റെ ഇടക്കാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കൽ കൗരി. ഓക്കെ, ബാക്കൽ കൗരി ഈ രണ്ട് സ്റ്റേഷന്റെ ഇടക്കാണ് ഈ റെയിൽവേ കമാന പാലം സ്ഥിതി ചെയ്യുന്നത്. ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ കമാന പാലമാണ് ഈ ഒരു ചിനാബ് പാലം എന്ന് പറയുന്നത്. ഇനി ബരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ USB റെയിൽവേ ലിങ്ക് എന്നാണ് ആക്ച്വലി ഇത് അറിയപ്പെടുന്നത്. അതായത് USB എന്ന് പറയുമ്പോൾ U എന്ന് പറഞ്ഞ ഉധംപൂർ, S എന്ന് പറഞ്ഞ ശ്രീനഗർ, B എന്ന് പറഞ്ഞ ബരാമുള്ള. ഓക്കെ, ഈ 3 സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ, ഉധംപൂർ, ബരാമുള്ള. ഇനി നമ്മളിതിൻ്റെ ഹൈറ്റേ പറഞ്ഞുള്ളൂ, ഇതിൻ്റെ നീളം പറഞ്ഞിട്ടില്ല. 1315 മീറ്റർ അല്ലെങ്കിൽ 1.3 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കാണ്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം ഏത് സ്ഥാപനത്തിനാണ്? ഇന്ത്യയുടെ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ്. കൊങ്കൺ റെയിൽവേ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1315 മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന നിർമ്മാണ ചുമതല ആർക്കാണ്? കൊങ്കൺ റെയിൽവേക്കാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, 1315 മീറ്റർ അല്ലെങ്കിൽ 1.3 കിലോമീറ്റർ. ഇനി ചില രേഖകളിൽ 725 കിലോമീറ്റർ എന്നും കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചിത്രം ഒന്ന് കാണിച്ചു തരാം. ചിനാബ് പാലത്തിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രം കാണുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇതാണ് ആർക്ക് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ആർക്ക്. അപ്പോൾ ഈ ആർക്കിൻ്റെ ഈ രണ്ട് ആർക്കിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതാണ് 720. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇതാണ് 725 മീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ടോട്ടൽ ലെങ്ത് ഇങ്ങോട്ടും കണ്ടോ, ഇവിടെ ഇങ്ങോട്ടൊക്കെ കാണുന്നത് കണ്ടോ, മനസ്സിലായോ? അങ്ങനെ ഈ ടോട്ടൽ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത് 1315 മീറ്റർ അല്ലെങ്കിൽ 1.3 കിലോമീറ്റർ. എന്നാൽ ഈ ആർക്കിനെ മാത്രം ബേസ് ചെയ്ത് ഈ ഒരു ഏരിയ മാത്രം പറയുകയാണെങ്കിലാണ് 725 മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ചില രേഖകളിൽ ഇങ്ങനെയും കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നായിരുന്നു ചോദ്യം. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് പഠിച്ച പോയിന്റ്സ് ഉണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന സ്റ്റേഷൻസ് ആണ് ബാക്കൽ കൗരി, കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് നീളം എത്രയാണ്? 1315 മീറ്റർ ആണ്. ഇതിൻ്റെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കാണ്. ഇതൊക്കെ നമ്മൾ ഈ ചോദ്യത്തിൽ പഠിച്ച എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഹൈറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, 359 മീറ്റർ ആണ് നദീതടത്തിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ചിനാബ് പാലത്തെക്കുറിച്ച് 2025 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിനാബ് പാലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, നമ്പേഴ്സ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് 2025 ജൂൺ 6. ഡേറ്റ് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ പരിസ്ഥിതി ദിനത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ചിനാബ് പാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്ന പരീക്ഷകളിലും ചോദിക്കാം. സോ നിങ്ങൾക്കറിയുന്ന ചിനാബ് പാലവുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെപ്പോലെ PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്കും യൂസ്ഫുൾ ആവും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു സീരീസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ മുൻപത്തെ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. സോ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.